വെൽക്കം ബാക്ക് ടു പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം ഗൈസ്. ഇന്നത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ എന്റെ ലൈഫിൽ നിന്ന് എടുക്കുന്ന ഒരു 8 മണിക്കൂർ എന്തായിരിക്കും എന്റെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. അതായത് നമ്മുടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള കുറച്ച് സംഭവങ്ങളാണ് ഗൈസ്. അതിൽ എന്തൊക്കെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റും ആ സംഭവങ്ങളായിരിക്കും ഈ ഒരു വ്ളോഗിൽ വരാൻ പോകുന്നത്. ഈ ഒരു വ്ളോഗ് ഞാൻ ഒരു എക്സ്പെരിമെന്റ് ലെവലിൽ ചെയ്യുന്നതാണ്. മോസ്റ്റ് ഓഫ് ദി റിയൽ ആൻഡ് റോ ആയിട്ടുള്ള വ്ളോഗ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് എന്താണ് സംഭവിക്കുന്നത് ഒരു സാധനം ഒരു പ്ലാനിങ്ങോ ഒന്നുമില്ല. അതാണ് ഈ വ്ളോഗ്. ഓക്കെ ഗായ്സ്, അപ്പൊ രാവിലെ ഇപ്പൊ ഏകദേശം 10 മണിയായി തോന്നുന്നു കേട്ടോ. ഞാൻ കാപ്പി പിടിച്ചില്ല. അപ്പൊ കാപ്പി എല്ലാം കൂടെ ഇവിടെ സെറ്റ് ആക്കി വെച്ചിരിക്കുന്നു. രാവിലെ തന്നെ ആദ്യം പഠിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. പിന്നെ ഇവിടെ വൺ പീസിന്റെ മണ്ടയിൽ ഇവിടെ ഇരിക്കുകയാണ് നോക്കിയോണ്ട്. ഇതെന്താ കയ്യിൽ മാങ്ങി? ഇത് മാങ്ങ പുഴു അല്ല പേരയ്ക്കാണ്. ഇത് പുഴുവിന്റെ അരച്ചുണ്ടാക്കണാണെന്നോ നിന്റെ കൂടെ പറഞ്ഞ കോപ്പറേറ്റ് ഹൈഷോ സ്പീഡ് പോടാ. ഞാൻ കാപ്പി പിടിക്കട്ടെ പോ കളഞ്ഞിട്ട് പോയി പടിയിടാ. നിനക്ക് ഒരു 500 ആക്കിട്ട് വിടാ. 500 ആക്കി. ഓ അപ്പൊ എസ്കേപ്പ് ആയി നടക്കുകയാണ്. ഓ ആദ്യം ഇന്ന് വ്രതം കളിക്കാൻ പോണ വ്രതം. ഇനി നമുക്ക് കഴിക്കാൻ കുറച്ച് പുട്ടും സാമ്പാറൂടെ എടുത്ത് ഞാൻ അവിടെ ഇട്ട് ഒരു പിടി പിടിക്കാം. ഓ ചൂട് 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 കഴിക്കാം. ഇവ ഈ ക്യാമറയുടെ പിറകെ കിടന്ന് ചൂട് ക്യാമറയുടെ പിറകെ കിടന്ന് അലക്കണം തന്നെ. അല്ലാതെ ഇതൊന്നും മിണ്ടുക. ക്യാമറ കണ്ടു കഴിഞ്ഞാൽ എലിയാണ്, ക്യാമറയുടെ പിറകെ പുലിയുമാണ്. അടിപൊളി കാര്യം. സാമ്പാറും പുട്ടും അത് വേറൊരു കോമ്പിനേഷനാണ്. വിയേഡ് കോമ്പിനേഷൻ ഒന്നും അല്ല, കൊള്ളാത്. ഓക്കെ, നല്ല ചൂട് ചായ തരുന്നുണ്ട്. രാവിലെ ആദ്യം ചായ കിട്ടി. പെട്ടാ ചൂടല്ലേ? പിന്നെ മൊബൈലിൽ വയ്ക്കല്ലേ? പിന്നെ മൊബൈല് എടാ മൊബൈൽ കൂടെ വീഴത്. ഇന്നടല്ലേ ഇതിന്റെ പേരെന്തിനാണെന്ന് അറിഞ്ഞൂടല്ല. പുഴു പോലെ ഇരിക്കണ എന്തിനാ ചിപ്സ് എന്തിനാണ് കേട്ടോ. ആദ്യം വരണ പുട്ടും സാമ്പാറും വേട് കോമ്പിനേഷൻ ആണ്. എനിക്ക് തോന്നിയിട്ടില്ല ഈ സാധനം പോവാ. ഞാൻ അധികം ഫാസ്റ്റ് ഫുഡ് കഴിക്കണല്ല. പുട്ടും സാമ്പാറും ഈ ചിപ്സ് കൂടെ വെച്ച് ഒരു പിടി പിടിക്കും. അന്തിക്കടപ്പുറത്തൊരോലക്കൂട എടുത്ത് ഞാൻ അപ്പൊ കഴിച്ച് കംപ്ലീറ്റ് ആക്കിട്ട് വരാം. ഓക്കെ, അങ്ങനെ ഫുഡ് കഴിച്ച് സെറ്റ്. രാവിലെ തന്നെ നല്ല വെയിൽ. ഗായ്സ്, ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാമിൽ ഒരു ആഡിയോ ഉണ്ടല്ലോ, മറ്റേ പച്ചക്കറി തക്കാളി അങ്ങനെയൊക്കെ ഉള്ള ഒരു ആഡിയോ ഉണ്ടല്ലോ. അങ്ങനെയൊക്കെ ഉള്ള ഒരു ആഡിയോ ഉണ്ടല്ലോ. ആ സംഭവം ഇതാണ് ഇപ്പൊ നമ്മള് ബാക്ക്ഗ്രൗണ്ടിലൂടെ പോകണം. നിങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ആർക്കേട്ടാ വെളുത്തുള്ളി 1.5 കിലോ 50, സവാള 2.5 കിലോ 50. ഇൻസ്റ്റാഗ്രാം ട്രെൻഡിങ് ആഡിയോ കറക്റ്റ്. നീ പറഞ്ഞ ബാക്ക്ഗ്രൗണ്ടിന് കറക്റ്റ്. ഇത് വെളുത്തുള്ളി 1.5 കിലോ 50, സവാള 2.5 കിലോ 50, തക്കാളി 1.5 കിലോ 10. ഈ കുളത്തിൽ ചാടിയല്ലേ? കുളത്തിൽ ഞാൻ ഫസ്റ്റ് ചാടാം. ട്രൈപ്പ് എടുത്തുണ്ടോ? ഓ ഇവ എന്റെ കൂടെ കുളത്തിൽ ചാടാൻ വേണ്ടി പ്രേരിപ്പിക്കണേ. അപ്പൊ അതുകൊണ്ട് പോയി ട്രൈപ്പ് എടുത്തു. നീ എന്നെ പിടിച്ച് കുളത്തിൽ ചാടിക്കും. തോട്ടില് വെള്ളം വറ്റാറാടാ. ഇതിപ്പോ ഇന്നാള് മഴ പെയ്തതിന്റെ വെള്ളമാണ് കിടക്കണം. പറ്റട്ടെന്നാ. ഇവിടെ അതുകൊണ്ട് ആ വണ്ടിൽ കെട്ടിയിട്ടിരിക്കണം. അവിടെ അത്രയും നോണ്ട അഴുക്ക് ചെയ്യുന്നതുകൊണ്ട് ആ സൈഡ് കണ്ട ഫുൾ അഴുക്ക്. ഓഹോ എടാ ഉള്ള മീൻ എത്ര ചത്തുപോടാ? കുറച്ച് സ്ഥലത്ത് വെള്ളം വേണം, മനസ്സിലായി. സൈക്കിൾ കിട്ടാൻ പറ്റുന്ന വെള്ളം വേണം. ഓടാ ഈ ഭാഗത്തൊക്കെ വെള്ളം. ഇവിടെയൊക്കെ നീ വെള്ളം വറ്റുമ്പോൾ നിനക്കറിയാം നല്ല ഇഷ്ടം പോലെ മീനുണ്ട് ഇവിടെയൊക്കെ. ഇവിടെ വെള്ളം വറ്റി കിടക്കണം നീ കണ്ടിട്ടുണ്ടോ? ആ വെള്ളം വറ്റി കിടന്ന ടൈമിൽ ഭയങ്കര മീനാണ്. വലിയൊരു മീനെ വിളിച്ചു കൊണ്ടിട്ട് ഫോണിൽ സെൽഫി എടുക്കും. ഇങ്ങനെ വെച്ച് എന്നിട്ട് സെൽഫി എടുക്കും. എന്നിട്ട് അവര് മീനെ കാണാൻ പിടിച്ച എന്നിട്ട് മറ്റേ മീനെ ഇങ്ങനെ പിടിക്കുന്ന സാധനം ഭയങ്കര വില. ഫിഷിങ് തന്നെ മീനെ പിടിക്കാൻ ഇങ്ങനത്തെ സാധനമുണ്ട് ഇവിടെ. ആ സംഭവം ഭയങ്കര വിലയാണ്. അതിന് മറ്റേ ഇത് ക്ലിപ്പ് മറ്റേ നമ്മള് ഫിഷിംഗ് ഫ്രീക്സിന്റെ കയ്യിരിക്കുന്ന ആ സാധനം തന്നെ. അപ്പൊ ചൈനയിലൊരു ഷോട്ട് അഴുക്ക് വന്ന് നിറഞ്ഞ അവരിങ്ങനെ പിടിച്ചിട്ട് സെൽഫി എടുത്തു. എന്നിട്ട് മീനിനെ കളയാനുള്ള ഫോൺ
ഐഫോൺ ഫോൺ എടുത്ത് അങ്ങനെ എടുത്ത് എന്നിട്ട് മീനിനെ എടുത്തറിഞ്ഞ് സംസാരിച്ചോണ്ടിരിക്കുന്നു വീഡിയോ സംസാരിച്ചു ഫോൺ എടുത്തറിഞ്ഞ് മീനിനെ എടുത്തറിഞ്ഞു അത് വീഡിയോ ഒക്കെ ഉണ്ട് ചെയ്ത് അല്ല വർക്ക് ചെയ്യണ ഐഫോൺ അപ്പൊ പിന്നെ അവന് ഭ്രാന്ത് അത് ഒരു കിടിലം വെള്ളം താഴോട്ട് ഭയങ്കര ആഴം ചിലപ്പോ അവര് അതാണ് സംഭവിക്കും പഴം തൊലിച്ചിട്ട് തൊലി തിന്നിട്ട് പഴം കളയൂലേ ആ സംഭവം തന്നെ അത് ഫേക്കായിരിക്കോളാം. ഈ കടയിൽ ഡെമോ വെച്ചിരിക്കുന്ന ഫോൺ കണ്ടിട്ടില്ലേ? ആ അതേപോലത്തെ ഫേക്കുകളുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലേ കൈ? ആ സംഭവമാണ് ക്യാമറ എന്തെല്ലാം ഉടായ്പ മീൻ പിടുത്തത്തിൽ കാണിക്കാൻ പറ്റും അതെല്ലാം കാണിക്കുന്നത്. ഒഴിക്കുക നമ്മള് ഫിറോസ് യൂട്യൂബർ നമ്മള് ഫിറോസ് ഒക്കെ ആണെങ്കിൽ മറ്റേ കൊക്കക്കോള ഒഴിച്ച് ഇടയ്ക്ക് മീൻ പിടിച്ചായിരുന്നു. എന്റെ പൊന്നോ, അത് കണ്ടിട്ടുണ്ടോ? അതെന്തൊരു മുട്ട ഫേക്കെന്ന് മനസ്സിലായ? അതേപോലെയാണ് ഓരോരുത്തന്മാർ കാണിക്കുന്നത്. അതിനുശേഷമാണ് പിന്നെ ഇത് ഫേക്കാണെന്ന് പറഞ്ഞ് റിവീൽ ആയിട്ട് ഒരുപാട് വീഡിയോസ് വന്നു തുടങ്ങിയത്. ഇത് നോക്കടാ, ഇവിടെ ഇറങ്ങടാ, ഇതിൽ ഇറങ്ങി എന്നെ സമ്മതിക്കാം. അവിടെ അണ തുറന്നിട്ട് ഇറങ്ങാം. ഒരു ഭാഗത്താണ് പക്ഷെ ഇതാണ് ഈ വെള്ളത്തിൽ അഴുക്ക് മുകളിൽ നിന്ന് വന്ന് അത്ര അഴുക്ക് കൂടി വന്ന് നടക്കുന്നത്. ഓ ആണായിട്ട് ചെയ്യുന്നുണ്ട്. അത് കണ്ടിട്ട് സഹിക്കണല്ലേ? നല്ല പിന്നെ നല്ല രസം. ഉണ്ണിക്കുട്ടൻ വന്നിരിക്കുകയാണ്. എന്തൊരു നെറ്റിയിലൊക്കെ പപ്പടം ഒടിച്ചു വെച്ചിരിക്കണ. ഇന്ന് പപ്പടമൊക്കെ നെറ്റിയിരിക്കണം എന്റെ. എവിടെ ഇല്ലേ ഇതെന്തരി എടാ മുളവിന്റെ അല്ലടാ, മുളവിന്റെ അരിയൊക്കെ ഇരിക്കണം നെറ്റിയില്. എന്തെങ്കിലും അത് സ്റ്റൈലിന് വെച്ചിരിക്കണേ. ചുണ്ടൊക്കെ ഉണ്ണി പോ നടന്ന് ചുണ്ടൊക്കെ തല്ലിയാ. ഇവനെ പോലെ മടി ഈ ലോകത്ത് വേറെ ആരുമില്ല. കാരണം ഇന്നലെ കളിക്കാൻ പോകണ്ട പഠിക്കാൻ പോകില്ല. പഠിത്തത്തിൽ മടിയൻ ഉഴപ്പൻ. പിന്നെ പറ ഉണ്ണിക്കുട്ടാ ഇവ മടിയല്ലോ? മടി ഇന്ന് പഠിക്കാൻ വന്നാണ്. ഇന്ന് പിന്നെ വൈകുന്നേരം ആക്കാന്ന് വെച്ചു. പോവാന്ന് നീ വ്ളോഗ് ചെയ്യണം. ഷോർട്സിന് വേണ്ടിയിട്ടാണ് ഇവിടെ ബക്കറ്റ് സെറ്റ് ചെയ്തത്. ആദ്യമാണ് ഇവിടെ ബക്കറ്റ് ഇട്ട് കുലിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ ഇതും വെച്ചോണ്ട് അവന്മാർക്ക് ബോൾ ഇടണം. അതാണ് നമ്മുടെ ഷോർട്സിന്റെ ചലഞ്ച്. ഇതാ കണ്ട. പക്ഷെ ഒരു രക്ഷയില്ലാത്ത പൊളി. തോട്ടയും പിടിച്ചതാ ഇതിന്റെ കമ്പ് പൊക്കി വെച്ചിരിക്കുകയാണ്. ഈടടാ പൊളി. ഇനിയിപ്പോ ആദ്യം മാത്രമേ ഉള്ളൂ ഇതിടെ, ബാക്കി എല്ലാരും ഇട്ട്. ആദ്യം മാത്രമേ ഫെയിലിയർ ആയിട്ടുള്ളൂ, ബാക്കി എല്ലാരും ജയിച്ചു. എടാ ഫെയിലായ ജയിക്കണം. ഇടറാ, ഞാനിടാം. അവിടെ നിന്നിട തോട്ട വെച്ചത് മാറ്റിക്കൊടു. ഇല്ല എന്റെ ട്രൈപ്പോഡ് മാറ്റി വെക്കട്ടെ, അല്ലെങ്കിൽ ഇവിടെ കുളമാവും. അതവിടെ ഇരിക്കും. ഓ ആദ്യം തോക്കൂലെന്നാണ് പറയണം. 300 1 അതാണ് കണക്ക്. ഓ ജസ്റ്റ് ഓ ഓ സെറ്റ്. പിന്നെ അല്ല മൂന്നാമത്തെ ഇനി ഞാനിവിടെ വന്നിട്ട് നോക്കട്ടാ. ഇതില് നിന്റെ വിരലിന്റെ അത് ക്യാമറ വരണം. ഓക്കെ ഇവന്മാരോട് പറ്റിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാടി ഈ കല്ലിന്റെ ഇവിടെ നിന്നോ? ഈ കാലിന്റെ ഇവിടെ നിന്നാ ചേട്ടൻ ഇട്ടത് ഇവിടെ അവിടെ നിന്ന് വെക്കാൻ പാടില്ല. ചേട്ടൻ നടക്കൂല. ഓക്കെ ബോയ്സ്, ഞാനപ്പോ എഡിറ്റ് ചെയ്ത് സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എഡിറ്റിങ് കഴിഞ്ഞ് ഒരു ഒതുക്കി വെച്ചിട്ട് ഞാൻ ഫുഡ് എത്തിയപ്പോഴേ എന്തൊക്കെയുണ്ട്: സാമ്പാറ്, പൊരിച്ച മീന്, തോരൻ, മാങ്ങ, മീൻകറി. പക്ഷെ ഒന്ന് സെറ്റ് ആയിരിക്കണം. അപ്പൊ നമുക്ക് കഴിച്ചോളാം. ഓക്കെ, സാമ്പാറ് കുറച്ചെടുത്ത് ഞവടിയിട്ടേ, കുറച്ച് തോരൻ, ഒരു പീസ് പൊരിച്ച മീനിന്ന് ഒരു കഷ്ണം ചാളയാണ് കേട്ടോ, അതുകൂടെ വെക്കുക, ഞവിടുക, കഴിക്കുക. ഞാനാണെങ്കിലേ ഈ മീൻകറി ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യില്ലേ. ഇത് മൂന്നുമാണ് എനിക്ക് ഫേവററ്റ് കോമ്പിനേഷൻ. ഓ നല്ലപോലെ കുഴച്ചൊന്ന് എടുത്തിട്ടേ ഒരു പീസ് മാങ്ങയും കൂടെ വയ്ക്കാം. ഇതൊക്കെ ഒരു വൈബല്ലേ. ഫാമിലി ഫുഡ് എന്തൊക്കെ പറഞ്ഞാലും അടിപൊളിയാണ്. സാമ്പാറിൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന സാധനം ഇതാണ്, ചേമ്പ് മുട്ട. നമ്മള് അല്ല, ഞാൻ ഇത് ക്യാരറ്റ് ചേമ്പുട്ടൊക്കെ അല്ല സെപ്പറേറ്റ് പറക്കിയങ്ങ് തിന്നു. അപ്പൊ ഞാൻ കുളിച്ച് സെറ്റായി റെഡിയായി വന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാകും, ബാക്ക്ഗ്രൗണ്ടിൽ ഇതാ മഴയുടെ സൗണ്ട് കേട്ടില്ലേ. സോ മഴ പെയ്ത് സെറ്റായിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഈ വ്ളോഗിൽ ഞാൻ മഴയുടെ കുറച്ച് ക്ലിപ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. വൈകുന്നേരം പെയ്ത മഴയുടെ അത് നിങ്ങൾ കണ്ടിട്ടോ. ഒരു രക്ഷയില്ലാത്ത മഴ. എന്റെ പൊന്നോ, പെയ്ത് തകർക്കണം. എന്റെ പൊന്നോ, ഒരു രക്ഷയില്ല. കഴിഞ്ഞു മൊത്തത്തിൽ മഴയായിരുന്നു. ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല. ഞാൻ കുളിച്ചത് തെറ്റായിട്ട് വന്ന ടൈം കൊണ്ട് മഴ. വേറെ കുറെ നമ്മളുടെ ഷൂട്ട് ചെയ്യാൻ വെച്ചായിരുന്നു, കണ്ടില്ലേ. അപ്പൊ അതുകൊണ്ട് അത്ര മാത്രമാണ് ഇന്നത്തെ വ്ളോഗിൽ. ഒരു എക്സ്പീരിയൻസ് രീതിയിലാണ് ഈ വ്ളോഗ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ ചെൻഡ് ചെയ്യാൻ പോകുന്ന കാര്യം ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നില്ല. നമ്മുടെ ലൈഫിൽ നടക്കുന്ന നോർമൽ കാര്യങ്ങൾ ഞാൻ ഒന്ന് ക്യാപ്ചർ ചെയ്ത് എടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. സംഭവം
കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ട്. ഞാൻ ഒത്തിരി എൻജോയ് ചെയ്ത് ഇന്നത്തെ ഒരു ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോഴാണൊന്ന് ഫ്രീ ആയത്. നാളത്തെ വ്ളോഗിന്റെ കാര്യങ്ങൾ ഇതാ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. കണ്ടില്ലേ, 8 മിനിറ്റ് ഞാൻ എഡിറ്റ് ചെയ്ത് ഏകദേശം ഒതുക്കി വെച്ചിരിക്കുകയാണ്. ഇത് ഇനി കഴിഞ്ഞിട്ട് വേണം അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള ബാക്കി കാര്യങ്ങൾ നോക്കാനായിട്ട്. പിന്നെ ഇനി എന്താണ്, അപ്പൊ അത്രയൊക്കെ തന്നെ ഗൈസ്. അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാൻ ഞാൻ വിചാരിക്കുന്നത് ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ബട്ടണിൽ ഒരു ഞെക്കി ഞെക്കും ബെല്ലൈക്കണിലൂടെ ഒരു പീസ്.